ചിറ്റാഗോങ് ആയുധപുര ആക്രമണത്തിന്റെ സൂത്രധാരൻ ആര്? ചിക്കാഗോങ് ആയുധപുര ആക്രമണത്തിന്റെ സൂത്രധാരൻ ആര്? ഉത്തരം ഓപ്ഷൻ എ സൂര്യസെൻ. ആരാണ് സൂര്യസെൻ? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നീതിയുടെ ഹാള് സ്ഥാപിച്ച പ്രമുഖ കർഷക നേതാവ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നീതിയുടെ ഹാള് സ്ഥാപിച്ച പ്രമുഖ കർഷക നേതാവ്. ഉത്തരം ഓപ്ഷൻ ഡി ഷാമൽ. ആരാണ് ഷാമൽ? സ്വാതന്ത്ര്യത്തിന് മുൻപ് INCയുടെ ജനറൽ സെക്രട്ടറിയായ വനിത. ഉത്തരം മൃദുല സാരാഭായി. ആരാണ് മൃദുല സാരാഭായി? ഏത് അസുഖത്തെ തുടർന്നാണ് 1914 ഗാന്ധിജി ലണ്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കപ്പൽ കയറിയത്? ഏത് അസുഖത്തെ തുടർന്നാണ് 1914 ഗാന്ധിജി ലണ്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കപ്പൽ കയറിയത്? ഉത്തരം പ്ലൂറസി. ഏതാണ്? ഓപ്ഷൻ എ പ്ലൂറസി. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച വൈസ്രോയി. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച വൈസ്രോയി. ഉത്തരം ലിൻലിത്ഗോ. ആരാണ്? ഓപ്ഷൻ എ ലിൻലിത്ഗോ. ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര്? ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ആരായിരിക്കാം? ഉത്തരം കിട്ടിയോ? ആരാണ്? കുമാരനാശാൻ. ഓപ്ഷൻ ബി. ആരാണ്? കുമാരനാശാൻ. അടുത്ത ചോദ്യം, ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം. ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം. ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഏതാണ്? ഓപ്ഷൻ സി അഭിനവ കേരളം. ഏതാണ്? ഓപ്ഷൻ സി അഭിനവ കേരളം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്? ഉത്തരം പൊയ്കേൽ യോഹന്നാൻ. ആരാണ്? ഓപ്ഷൻ എ പൊയ്കേൽ യോഹന്നാൻ. എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചും അച്ചുകൂടവും എന്തിന് എന്ന് പറഞ്ഞത്? എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചും അച്ചുകൂടവും എന്തിന് എന്ന് പറഞ്ഞത്? നമുക്കറിയാം. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. LMS പരീക്ഷ പാസ്സായതിനെ തുടർന്ന് മദ്രാസിലെ വസൂരി പ്രതിരോധ വാക്സിൻ സ്ഥാപനത്തിൽ ഉദ്യോഗത്തിൽ പ്രവേശിച്ച നവോത്ഥാന നായകൻ. ഉത്തരം ആരാണ്? ഡോക്ടർ പൽപു. ഓപ്ഷൻ ബി ഡോക്ടർ പൽപു. നടുവത്തമ്മൻ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്നത്? നടുവത്തമ്മൻ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്നത്? ഉത്തരം ആരാണ്? കുറുമ്പൻ ദൈവത്താൻ. ആരാണ്? കുറുമ്പൻ ദൈവത്താൻ. മലയാളി മെമ്മോറിയലിന് പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ? മലയാളി മെമ്മോറിയലിന് പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ? ഉത്തരം CV രാമൻപിള്ള. ആരാണ്? CV രാമൻപിള്ള. ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത്? ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത്? ഉത്തരം ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം എഴുതിയത്? മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? വില്യം ലോഗൻ. ആരാണ്? വില്യം ലോഗൻ. അടുത്ത ചോദ്യം, ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്തെ വേണാട് രാജാവ്? ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്തെ വേണാട് രാജാവ് ആരാണ്? ആദിത്യവർമ്മ. ആരാണ്? ആദിത്യവർമ്മ. തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിൽ നിന്നും മലയാള സംപ്രേഷണം ആരംഭിച്ച വർഷം? ഏത് വർഷമായിരിക്കും? ഉത്തരം കിട്ടിയോ? ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ 1985. ഏത് വർഷമാണ്? 1985. വെള്ളാനകളുടെ നാട് എന്നറിയപ്പെടുന്നത്? വെള്ളാനകളുടെ നാട് എന്നറിയപ്പെടുന്നത്? ഉത്തരം ഏതാണ്? തായ്ലൻഡ്. ഓപ്ഷൻ സി തായ്ലൻഡ്. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം? ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം നമുക്കറിയാമല്ലോ. ഉത്തരം ഏതാണ്? കൊണാർക്കിലെ സൂര്യക്ഷേത്രം അല്ലെ? ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ക്ഷേമരാഷ്ട്ര സങ്കല്പം ഉപേക്ഷിച്ച് സ്വകാര്യവൽക്കരണത്തിന് തുടക്കമിട്ട ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരിക്കാം? ഉത്തരം കിട്ടിയോ? മാർഗരറ്റ് താച്ചർ. അപ്പൊ ചോദ്യം ശ്രദ്ധിക്കണം. ക്ഷേമരാഷ്ട്ര സങ്കല്പം ഉപേക്ഷിച്ച് സ്വകാര്യവൽക്കരണത്തിന് തുടക്കമിട്ട ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അടുത്ത ചോദ്യം, സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം?
സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം? ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ബാംഗ്ലൂർ. ഏതാണ്? ഓപ്ഷൻ ഡി ബാംഗ്ലൂർ. അടുത്ത ചോദ്യം, നൈട്രിക് ആസിഡിൽ കോപ്പർ ചീളുകൾ ഇടുമ്പോൾ പുറത്തു വരുന്ന തവിട്ട് നിറമുള്ള വാതകം ഏത്? നൈട്രിക് ആസിഡിൽ കോപ്പർ ചീളുകൾ ഇടുമ്പോൾ പുറത്തു വരുന്ന തവിട്ട് നിറമുള്ള വാതകം ഏത്? ഏതാണ്? നൈട്രജൻ ഡൈ ഓക്സൈഡ്. ഏതാണ്? നൈട്രജൻ ഡൈ ഓക്സൈഡ്. അടുത്ത ചോദ്യം, വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആര്? വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? നമുക്കറിയാലോ, മൈക്കൽ ഫാരഡേ. ആരാണ്? മൈക്കൽ ഫാരഡേ. ഡൈനാമിറ്റ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഡൈനാമിറ്റ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൽഫ്രഡ് നൊബേൽ. ആരാണ്? ആൽഫ്രഡ് നൊബേൽ. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും പ്രകടിപ്പിക്കുന്ന ഏറ്റവും ചെറിയ കണിക. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും പ്രകടിപ്പിക്കുന്ന ഏറ്റവും ചെറിയ കണിക. ഉത്തരം ഏതാണ്? നമുക്കറിയാലോ, തന്മാത്ര. ഓപ്ഷൻ എ തന്മാത്ര. അടുത്ത ചോദ്യം, ജോൺ ഡാൾട്ടനെ ബാധിച്ചിരുന്ന രോഗം ഏത്? ജോൺ ഡാൾട്ടനെ ബാധിച്ചിരുന്ന രോഗം ഏത്? ഏത് രോഗമാണ്? വർണ്ണാന്ധത. ഓപ്ഷൻ സി വർണ്ണാന്ധത. ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ്. ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ്. ഉത്തരം നമുക്കറിയാവുന്ന ഉത്തരമാണ് അല്ലേ? ആരാണ്? ഹോമി ജെ ഭാഭ. ആരാണ്? ഹോമി ജെ ഭാഭ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് ആരാണ്? വിക്രം സാരാഭായ്. ആരാണ്? വിക്രം സാരാഭായ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. ഉത്തരം ഏതാണ്? ഇടുക്കി. ഏതാണ്? ഓപ്ഷൻ സി ഇടുക്കി. ആരുടെ ആത്മകഥയാണ് എൻ്റെ കഥ? ആരുടെ ആത്മകഥയാണ് എൻ്റെ കഥ? ഉത്തരം മാധവിക്കുട്ടി. ആരുടെയാണ്? മാധവിക്കുട്ടി. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട. ഏതാണ്? ഓപ്ഷൻ സി ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം. ഉത്തരം ആപ്പിൾ. ഓപ്ഷൻ എ ആപ്പിള്. ദേശീയ ശാസ്ത്രദിനം എന്ന? ദേശീയ ശാസ്ത്രദിനം എന്ന്? ഫെബ്രുവരി 28 എന്നാണ്. ഫെബ്രുവരി 28. ലോക തപാൽ ദിനം എന്ന്? ലോക തപാൽ ദിനം എന്ന്? ഒക്ടോബർ 9 എന്നാണ്. ഒക്ടോബർ 9. എന്താണ് പെഡോളജി? എന്താണ് പെഡോളജി? എന്താണ്? മണ്ണിനെ കുറിച്ചുള്ള പഠനം. ഓപ്ഷൻ സി മണ്ണിനെ കുറിച്ചുള്ള പഠനം. ഇന്ത്യയുടെ പ്രഥമ പത്രം ഏത്? ഇന്ത്യയുടെ പ്രഥമ പത്രം അല്ലേ? ഏതാണത്? ഉത്തരം കിട്ടിയോ? ബംഗാൾ ഗസറ്റ്. ഏതാണ്? ബംഗാൾ ഗസറ്റ്. ഇന്ത്യയിലെ പ്രസിദ്ധീകരണം തുടരുന്ന പഴക്കമേറിയ ദിനപത്രം ഏത്? ഇന്ത്യയിലെ പ്രസിദ്ധീകരണം തുടരുന്ന പഴക്കമേറിയ ദിനപത്രം ഏത്? ഉത്തരം ബോംബെ സമാചാർ. ഏതാണ്? ബോംബെ സമാചാർ. റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ. റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ. ഉത്തരം ഓസ്ബോൺ സ്മിത്ത്. ആരാണ്? ഓസ്ബോൺ സ്മിത്ത്. റിസർവ് ബാങ്കിന്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ. റിസർവ് ബാങ്കിന്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ആരാണ്? സി ഡി ദേശ്മുഖ്. ആരാണ്? സി ഡി ദേശ്മുഖ്. രാജ്യസഭയുടെ അധ്യക്ഷൻ. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? അത് ഉപരാഷ്ട്രപതി. ആരാണ്? ഉപരാഷ്ട്രപതി. ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം. ഉത്തരം കേരളം. ഏതാണ്? നമ്മുടെ കേരളമാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. വിപ്ലവ സമയത്ത് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം ക്യാനിങ് പ്രഭു. ആരാണ്? ക്യാനിങ് പ്രഭു.
പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പ്രശസ്തമായ പുസ്തകം എഴുതിയത് ആര്? ഉത്തരം ദാദാഭായ് നവറോജി. ആരാണ്? ദാദാഭായ് നവറോജി. മറക്കല്ലേ, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി രൂപീകരിച്ച വർഷം? ഉത്തരം ഓപ്ഷൻ ഡി 1939. ആധുനിക ഇന്ത്യയുടെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക ഇന്ത്യയുടെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആര്? രാജാറാം മോഹൻ റോയ്. ഓപ്ഷൻ ബി രാജാറാം മോഹൻ റോയ്. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത്? ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത്? ഉത്തരം 1929 ലാഹോർ സമ്മേളനം. ഏതാണ്? 29 ലാഹോർ സമ്മേളനം. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായ ഏക സമ്മേളനം? ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായ ഏക സമ്മേളനം. ഉത്തരം 1924 ബെൽഗാം സമ്മേളനം. 24 ബെൽഗാം സമ്മേളനം. ഇന്ത്യൻ നാഷണൽ ആർമി ഔദ്യോഗികമായി രൂപീകരിച്ചത് എവിടെ വെച്ചാണ്? ഇന്ത്യൻ നാഷണൽ ആർമി ഔദ്യോഗികമായി രൂപീകരിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം സിംഗപ്പൂർ. ഓപ്ഷൻ സി സിംഗപ്പൂർ. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം ഇന്ത്യയിൽ എവിടെയായിരുന്നു? തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം ഇന്ത്യയിൽ എവിടെയായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി അടയാർ. എവിടെയാണ്? അടയാർ. ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം? ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം? ഉത്തരം ഏതാണ്? സിക്കിം. ഓപ്ഷൻ ഡി സിക്കിം. തരംഗ ദൈർഘ്യം കുറഞ്ഞ രശ്മികൾ? തരംഗ ദൈർഘ്യം കുറഞ്ഞ രശ്മികൾ. ഉത്തരം ഏതാണ്? അൾട്രാ വയലറ്റ്. ഏതാണ്? അൾട്രാ വയലറ്റ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ജില്ല? കേരളത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? ഉത്തരം മലപ്പുറം. ഓപ്ഷൻ എ മലപ്പുറം. കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല? കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല? ഉത്തരം തിരുവനന്തപുരം. ഓപ്ഷൻ ബി തിരുവനന്തപുരം. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസം? ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസം? ജനുവരി 3. ഏത് ദിവസമാണ്? ജനുവരി 3. നവോത്ഥാനത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം? നവോത്ഥാനത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം? ഉത്തരം ഇറ്റലി. ഓപ്ഷൻ ഡി ഇറ്റലി. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം? ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം? ഉത്തരം ഗ്രീസ്. ഓപ്ഷൻ ഡി ഗ്രീസ്. ആധുനിക അറ്റോമിക് തിയറിയുടെ പിതാവ്? ആധുനിക അറ്റോമിക് തിയറിയുടെ പിതാവ്? ഉത്തരം ജോൺ ഡാൾട്ടൺ. ആരാണ്? ജോൺ ഡാൾട്ടൺ. ആറ്റം ബോംബിൻ്റെ പിതാവ്? ആറ്റം ബോംബിൻ്റെ പിതാവ്? ഉത്തരം റോബർട്ട് ഓപ്പൺ ഹൈമർ. ആരാണ്? റോബർട്ട് ഓപ്പൺ ഹൈമർ. ആധുനിക ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ പഠന ഉപഗ്രഹം? ആധുനിക ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ പഠന ഉപഗ്രഹം? ഉത്തരം കൽപ്പന 1. ഏതാണ്? കൽപ്പന 1. ഓപ്ഷൻ ഡി. ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം? ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം? ഉത്തരം ഭാസ്കര 1. ഏതാണ്? ഓപ്ഷൻ ഡി ഭാസ്കര 1. വൈദ്യുതി ഉപയോഗിച്ച് ഹംഫ്രി ഡേവി വേർതിരിച്ചെടുത്ത 2 മൂലകങ്ങൾ ഏതൊക്കെ? ഉത്തരം സോഡിയം ബേരിയം. ഓപ്ഷൻ ബി. ആറ്റങ്ങളെക്കുറിച്ച് ആദ്യമായി ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചതാര്? ഉത്തരം ജോൺ ഡാൾട്ടൺ. ആരാണ്? ജോൺ ഡാൾട്ടൺ. ഡിസ്ചാർജ് ട്യൂബിന് രൂപം കൊടുത്ത ജർമ്മൻ ശാസ്ത്രജ്ഞൻ? ഉത്തരം ഹെൻറിച്ച് ഗീസ്ലർ. ആരാണ്? ഹെൻറിച്ച് ഗീസ്ലർ. അടുത്ത ചോദ്യം, ബോർ ആറ്റം മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം നീൽസ് ബോർ. ആരാണ്? നീൽസ് ബോർ. ഒരാറ്റത്തിൻ്റെ മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? ഒരാറ്റത്തിൻ്റെ മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? എവിടെയായിരിക്കാം? ഉത്തരം ന്യൂക്ലിയസിൽ. ഓപ്ഷൻ സി ന്യൂക്ലിയസിൽ.
അറ്റോമിക് റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ഏത്? അറ്റോമിക് റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ഏത്? ഉത്തരം ഓപ്ഷൻ സി ഡ്യൂട്ടീരിയം. ഏതാണ്? ഡ്യൂട്ടീരിയം. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയം ഐസോട്ടോപ്പ് ഏത്? ഉത്തരം ഏതാണ്? യുറേനിയം 235. ഓപ്ഷൻ സി. ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി. ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായി ഇന്ത്യയിൽ രൂപീകരിച്ച ആദ്യത്തെ ഔദ്യോഗിക കമ്മീഷൻ ഏതാണത്? എസ് കെ ദാർ കമ്മീഷൻ. ഏതാണ്? എസ് കെ ദാർ കമ്മീഷൻ. ഭരണപരമായും സാമ്പത്തികമായും സൈനികമായും ഒരു രാജ്യം നിയന്ത്രണം സ്ഥാപിച്ച പ്രദേശത്തെ എന്ത് വിളിക്കും? ഉത്തരം കോളനി. ഓപ്ഷൻ ഡി കോളനി. യൂറോപ്യൻ ജനതയാൽ ആട്ടിയോടിക്കപ്പെട്ട അമേരിക്കയിലെ തദ്ദേശീയർ അറിയപ്പെടുന്നത് എങ്ങനെ? യൂറോപ്യൻ ജനതയാൽ ആട്ടിയോടിക്കപ്പെട്ട അമേരിക്കയിലെ തദ്ദേശീയർ അറിയപ്പെടുന്നത് എങ്ങനെ? ഉത്തരം റെഡ് ഇന്ത്യൻസ്. ഓപ്ഷൻ ബി റെഡ് ഇന്ത്യൻസ്. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ കച്ചവടക്കാർ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയമേത്? ഉത്തരം മെർക്കന്റലിസം. ഓപ്ഷൻ സി മെർക്കന്റലിസം. തേയിലയുടെ മേൽ ഇംഗ്ലീഷ് ഗവൺമെന്റ് ഉയർന്ന നികുതി ചുമത്തിയതിനെതിരെ അമേരിക്കയിൽ കപ്പലിൽ നിന്നും 342 തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞ പ്രതിഷേധം അറിയപ്പെടുന്നത് എങ്ങനെ? ഉത്തരം ബോസ്റ്റൺ ടീ പാർട്ടി. ഓപ്ഷൻ ബി ബോസ്റ്റൺ ടീ പാർട്ടി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കോമൺ സെൻസ് എന്ന ലഘുലേഖ അവതരിപ്പിച്ചത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കോമൺ സെൻസ് എന്ന ലഘുലേഖ അവതരിപ്പിച്ചത്? ഉത്തരം തോമസ് പെയിൻ. ഓപ്ഷൻ ബി തോമസ് പെയിൻ. മാച്ചു പിച്ചു സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? ഉത്തരം പെറു. ഓപ്ഷൻ ബി പെറു. ലോകത്തിന്റെ പഞ്ചസാര കിണ്ണമായി അറിയപ്പെടുന്ന രാജ്യം? ലോകത്തിന്റെ പഞ്ചസാര കിണ്ണമായി അറിയപ്പെടുന്ന രാജ്യം? ഉത്തരം ക്യൂബ. ഓപ്ഷൻ സി ക്യൂബ. അന്താരാഷ്ട്ര എയ്റോനോട്ടിക് ഫെഡറേഷൻ ബഹിരാകാശ അതിർവരമ്പായി നിശ്ചയിച്ചിട്ടുള്ളത്? ഉത്തരം കാർമൻ രേഖ. ഓപ്ഷൻ ഡി കാർമൻ രേഖ. ഭൗമോപരിതലത്തോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷപാളി ഏത്? ഭൗമോപരിതലത്തോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷപാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ. ഓപ്ഷൻ എ ട്രോപ്പോസ്ഫിയർ. ഐക്യരാഷ്ട്ര സംഘടന സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ വർഷം? 1948. ഓപ്ഷൻ സി 1948. ബോറാക്സ് എന്നറിയപ്പെടുന്ന രാസവസ്തു ഏത്? ബോറാക്സ് എന്നറിയപ്പെടുന്ന രാസവസ്തു ഏത്? ഉത്തരം സോഡിയം ബോറേറ്റ്. സോഡിയം ബോറേറ്റ്. ഓക്കെ.